പോരാ, കുടുംബത്തിലെ കാര്യം കൂടി നോക്കണം. ചെയ്ത സമരങ്ങൾ പോലെ തന്നെ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയ ഈ സമരവും വിജയിച്ചിരിക്കുകയാണ്. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി എന്റെ പേരിലും നേതാക്കളുടെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. മറ്റുള്ളവർ കഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് അവകാശം പറയാൻ നടക്കുന്നില്ല. നേടിയെടുത്ത വിജയത്തിന് നീ അവകാശം പറയാൻ വരണ്ട. നീയും നിന്റെ പാർട്ടിക്കാരും പക്ഷെ ഞങ്ങൾ അവരെ കൂടെ സമരം ചെയ്ത് അവരുടെ വേണ്ട കൂലി മേടിച്ചു കൊടുത്ത് നീതി നേടിക്കൊടുത്ത് അതിന് നീ ഒട്ടാൻ ബോളില്ലാത്ത ബോളിൽ തന്നെ ബോൾ അടിച്ചല്ലേ. എടാ സതീശ, രാഷ്ട്രീയ കളികൾ നീ ഇനിയും ഒരുപാട് പഠിക്കണം. ഈ രാഷ്ട്രീയ കളികളിൽ നീ എന്റെ മുമ്പിൽ വെറും പുഴുടാ, പുഴു. പിന്നെ നീ എന്നാണ് അല്ല കൊച്ചു ഉറങ്ങും കാര്യം എണീറ്റ് വരുന്ന കാര്യം വെച്ച് പറഞ്ഞു. എണീറ്റിന് ഇഷ്ടമുള്ള അടിയിൽ ഇട്ട് കൊടുക്കണേ. ആ പാട്ടും കിട്ടാം. രാജാച്ചിലെടുത്ത് പോയി ഇഷ്ടം ദിവസമായി പാവം പോയിട്ട് രാജാച്ചിക്ക് അതെല്ലാം കഴിക്കണ്ടേ. അമ്മ ഇനി അടുത്ത തിങ്കളാഴ്ച വരുമല്ലോ. രാജാച്ചി ആകുമ്പോൾ അടുത്ത തിങ്കളാഴ്ച വരും. കുറെ ദിവസം കൊണ്ട് എല്ലാം വെപ്പിച്ചിക്കാരി ആ പാട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതെ പെണ്ണുങ്ങളില്ല. ഇതാണ് ഞങ്ങളുടെ ആനന്ദനത്തെ കുറവ്. അപ്പൊ നിന്റെ വീട്ടിൽ ഞാൻ പോകണില്ല. എനിക്ക് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു എൻഗേജ്മെന്റ് അതിന് പോകണം. അപ്പൊ സാറിനത് പറയുന്നുണ്ട് ഈ മാസം വീട്ടുകാരെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. രണ്ടുപേര് പറഞ്ഞു പോകുന്നു. അവിടെ ഉണ്ട് പറഞ്ഞതിൽ തന്നെ അപ്പൊ കണ്ടറിയാൻ പറ്റും. ഞാൻ ലക്ഷണമൊന്നും കണ്ടില്ല. ഞാൻ ഇറങ്ങുന്നവരെ ഇറങ്ങുന്നവരെ കണ്ടില്ല. ലക്ഷണമൊക്കെ പുറത്ത് കാണാനുള്ളൂ. ആരെന്നറിയാമല്ലോ ഏതോ പുതിയ നമ്പറാ. കമ്പനി നീ അതേ കട്ടായി. അങ്ങോട്ട് കൊണ്ട് വയ്ക്കോ. ഇതിന് അങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കട്ടെ. എന്ത് ക്ലീറ്റോ ക്ലീറ്റോ രാവിലെ കഴിച്ചിട്ട് വന്ന് കിടക്കണല്ലേ ക്ലീറ്റോ നിങ്ങള്? എനിക്ക് നടു പാടില്ലാന്ന് നിന്റെ അടുത്ത് മലയാളത്തിലല്ലേ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഏതൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പാർട്ടി ഓഫീസിൽ പോകണമെങ്കിൽ എത്ര നാളായി? ആദ്യമായിട്ടാണ് ആ സ്റ്റെപ്പ് നിങ്ങൾ അവിടെ കാണുന്നത്? ആണോ? നമുക്ക്
അതന്നെ. മനുഷ്യൻ വേറെ കാര്യങ്ങൾ ആലോചിച്ച് പടി ഇറങ്ങിയപ്പോ വീണ് അത് ഇടിച്ചു, അത് പറ്റിപ്പോയി. എന്നിട്ട് എങ്ങനെ സുഖമുണ്ടോ? ഭയങ്കര സുഖം. ഒട്ടും വീട് ഇവിടെ കിടക്കുന്നത് മരിക്കാറായിട്ട് സുഖം ഉണ്ടാകുന്നുള്ളൂ. അതല്ല, വേദന കുറവുണ്ടോന്ന്. വേദന ഉണ്ട്. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ചെറിയ വേദന ഉണ്ടാവുള്ളൂ. ഞാൻ തിന്നിത്തന്നെ ഒന്നും ചെയ്യണ്ട, നീ ഇത്തി ഒന്ന് അങ്ങോട്ട് പോവോ? നടുവിന് മാത്രമല്ല ഇപ്പൊ തലയ്ക്ക് സ്വസ്ഥതയില്ലാതെ ഇനി കലബലാണ്. ഞാൻ പോയാലെങ്കിൽ നമുക്ക് അവിടെ പോകണ്ടേ? എഴുന്നേക്ക് പ്രസാദിന്റെ വീട്ടിൽ പോകണ്ടേ? ഏത് പ്രസാദ്? പിന്നെ നിങ്ങൾ മുഖം പിടിച്ചൊരു ഞെക്ക് തരും കേട്ടോ. ഏത് പ്രസാദ് താഴ്ച വെച്ചല്ലേ ഇന്ന് പോകണ്ടേ അവിടെ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പോകും. അയ്യോ, എന്താന്ന് അവരെല്ലാരും വിളിച്ചത് ഈ വീട്ടിലെ കുടുംബനാഥനില്ലെന്ന് കഴിഞ്ഞിട്ട് അവൻ ഗൾഫിലാണെന്ന് പറ. വീട്ടിൽ എഴുന്നേറ്റ് കാണിച്ചല്ലേ വീട്ടിൽ. ശങ്കർ, നീ വയ്യാത്ത നടുവും വെച്ചിട്ട് ഞാൻ എങ്ങും പോകാറില്ല. ഞാനേ നിങ്ങൾ ഇന്നലെ ഇന്നും കാണാൻ തുടങ്ങിയതല്ല. എനിക്കറിയാം ടീച്ചർ എന്താ വരാത്തത്. നിങ്ങളുടെ നടുവല്ല കാലുമല്ല പ്രശ്നം. പിന്നെന്തോന്നു അറിയാം. എന്ത് മറ്റേ പാർട്ടിക്കാരനാന്നും പറഞ്ഞല്ലേ നിങ്ങൾ വരാത്തത്? അങ്ങനെയാണോ നീ വിചാരിച്ച? എനിക്ക് അങ്ങനെ അല്ല, അങ്ങനെ കൂട്ടിക്കോ. അതുകൊണ്ടാ വരാത്ത. അങ്ങനെ ഇരിക്കട്ടെ. നീ പറയും ഇത് ഞാൻ തിരിഞ്ഞു തരാൻ നീ ഒന്ന് ഇറങ്ങി പോയി തന്നാൽ തന്നെ എനിക്ക് പകുതി ആശ്വാസമാകും. ഞാനിവിടെ തന്നെ ഇരിക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ പാർട്ടി ഓഫീസിലും പോയില്ലേ? എങ്ങും പോകണില്ല. അത്രയ്ക്കൊന്നുമില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോ ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ. ജോമനെ അതൊക്കെ അവിടെ എത്തിച്ചല്ലോ ജോമോനെ. നിങ്ങളൊക്കെ എന്ത് പാർട്ടി നേതാവാണ്? അവിടെ ധാരാളം നോട്ടീസും സംഭവങ്ങളൊക്കെ 2 ദിവസം മുന്നേ അവിടെ കൊണ്ടുവന്നല്ലോ. കിട്ടിയില്ലേ? അല്ല അത് ഒന്നുകൂടെ ജോമ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അന്വേഷിക്കട്ടെ ജോമോനെ. ഇത് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഞാൻ വിളിക്കാം. അടുത്ത കുറിച്ച് ഓരോ റൊണാൾഡോ എവിടെ? റൊണാൾഡോ അവിടെ പുറത്തുനിന്ന് പത്രം കഴിക്കുന്നുണ്ട്. എഴുന്നേറ്റ് എഴുന്നേറ്റില്ലേ? ഓരോ കാര്യം നീ പിടിക്കണ്ട, ചൂട് പിടിച്ചു തരാം. ഒന്നും ചെയ്യണ്ട. ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നോളാം. ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ പരസ്യമായി ഏറ്റുമുട്ടി. എന്റെ കർത്താവ്, ഈ കോളേജ് പിള്ളേർ കാണുന്ന തന്നെ കിടന്ന് അടികൂടി വന്നിട്ട് ഓരോ ജില്ലയിൽ ഇവര് ഓരോ പേര് പറഞ്ഞ അടിയാണ്. ബാറിൽ പെഗ്ഗിനെ ചൊല്ലി സംഘർഷം. ബാറിൽ കുറച്ചൊക്കെ ഉത്തരവാദിത്തം എന്റെ വെക്കണ്ടേ? നീ ആ കാട്ടാക്കട പാർട്ടി ഓഫീസിൽ കുറച്ച് നോട്ടീസ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ അന്ന് മീറ്റിംഗിന് ഏറ്റാ. എപ്പോ ആവശ്യത്തോടെ നോട്ടീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? അതെ, അന്ന് മറ്റേ ഫുട്ബോളിന്റെ ഒരു കാര്യം ഏറ്റ അത് ചെയ്യാൻ പഠിക്കണം കേട്ടാ. പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു, അത് കൊണ്ടെത്തിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊണ്ട് കൊടുക്കാം. കൊണ്ടുകൊടുക്കാം. എപ്പോ കൊണ്ട് കൊടുക്കും? എത്തിരി കഴിയുമ്പോ. അത് ഒരു നോട്ടീസിന് 1 രൂപ വെച്ച് തരാമെന്ന് അവിടെ ആരോ പറഞ്ഞായിരുന്നു. പക്ഷെ അത് കിട്ടിയതുമില്ല. ആദ്യം കൊണ്ട് കൊടുക്ക്. അതുകൊണ്ട് അവിടെ എത്തിക്ക്. പോണം. ഞാൻ ഇവരുടെ ബഹളം കേട്ടിട്ടോ ഞാൻ മഞ്ഞിലടി എണ്ണേ നീറ്റ മഞ്ഞില്ല. അത് മറ്റേ പാർട്ടി ഓഫീസിന്റെ അവിടെ നിന്നൊക്കെ അരച്ചും കെട്ടി വീണ് സ്റ്റെപ്പിന്ന്. നമുക്ക് ആശുപത്രി പോയിട്ട് വരാം കേട്ടോ. ഉടനെ പോണെങ്കിൽ മതി. പിടിച്ചേ